ചേട്ടാ എവിടെ നിന്നാ വരുന്നേ? അടൂര്. ഈ യാത്ര ഏകദേശം 25-30 ദിവസത്തോളം പിന്നിട്ട് ഇവിടേക്ക് എത്തിയിരിക്കുകയാണ്. എങ്ങനെ നോക്കി കാണുന്നു? ഞങ്ങൾ ഈ ഒരു അഴിമതി ഭരണത്തിനെതിരെ ഉള്ള പോരാട്ടം മാത്രമാണ്. അടുത്തൊരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ UDF അധികാരത്തിൽ വരുവാൻ വേണ്ടി മാത്രം. ആരായിരിക്കും മുഖ്യമന്ത്രി? അത് പറയാൻ പറ്റില്ല. പാർട്ടി തീരുമാനിക്കും. പാർട്ടി തീരുമാനിക്കുന്ന ഒരാളായിരിക്കും മുഖ്യമന്ത്രി. ആരാകണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം? ഞങ്ങൾക്ക് ആരായാലും ഞങ്ങളുടെ ഒരു മുഖ്യമന്ത്രി വരുക എന്നുള്ളത്. ചേട്ടാ ആരായിരിക്കും മുഖ്യമന്ത്രി? മുഖ്യമന്ത്രി ജനങ്ങൾ തീരുമാനിക്കുന്ന ആളായിരിക്കും മുഖ്യമന്ത്രി. ജനങ്ങൾ പാർട്ടി തീരുമാനിക്കില്ല. പാർട്ടി തീരുമാനിക്കുന്ന എന്തായാലും കോൺഗ്രസ് അധികാരത്തിൽ, UDF അധികാരത്തിൽ ഒരു വലിയ മാറ്റം ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞു. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ജനക്കൂട്ടം. ഇങ്ങനെയൊക്കെയാണ് അമൃത ഇവർ പങ്കുവയ്ക്കുന്നത്. വലിയൊരു ജനക്കൂട്ടമുണ്ട് അദ്ദേഹം പറയുന്നത് പോലെ. മാമ എവിടെന്നാ വരുന്നേ? എവിടെന്നാ? അടുത്ത് തന്നെയാണ്. ഓക്കെ, എങ്ങനെ കാണുന്നു? കുഴപ്പമില്ല. 115 സീറ്റിൽ UDF 115 സീറ്റിൽ. ഓക്കെ, മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിൽ കാണൂല. മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിൽ കാണൂല. മാർക്സിസ്റ്റ് പാർട്ടി കാണില്ല. കേരളത്തിൽ അയ്യപ്പന്റെ പാലം ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെ കുറിച്ച് എന്താ അഭിപ്രായം? മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി ആയിരിക്കും മുഖ്യമന്ത്രി. രാഹുൽ ഗാന്ധി നിശ്ചയിക്കും. നിലവിലെ മുഖ്യമന്ത്രിയെ കുറിച്ച് എന്താ അഭിപ്രായം? നിലവിലെ കഴിപ്പഴക്കെട്ട മുഖ്യമന്ത്രി കേരളത്തിന്റെ. ഇങ്ങനെയൊക്കെയാണ് ഓരോരുത്തരുടെയും പ്രതികരണങ്ങൾ. എന്തായാലും ഈ പുതുയുഗ യാത്ര ഇവിടെ അവസാനിക്കുമ്പോൾ പുതിയൊരു കേരളം കെട്ടിപ്പടുത്തും UDF നയിക്കും കേരളത്തെ എന്നുള്ളത് തന്നെയാണ് പ്രവർത്തകരും പങ്കുവയ്ക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ഒരു അലയൊലി സൃഷ്ടിക്കുവാൻ വേണ്ടി പുതുയുഗ യാത്രയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്കറിയാം. അറിയേണ്ടത് ഇത് അല്പസമയം ഇതിനു മുമ്പ് ഈ സമാപന സമ്മേളനത്തിന് മുമ്പ് നേരത്തെ നമ്മളോട് 24 അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. VD സതീശൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പുതിയ കേരളത്തെ പുനർനിർമ്മിക്കുക എന്നുള്ളതാണ് UDFന്റെ ലക്ഷ്യമെന്ന് ഉൾപ്പെടെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷഫീദ് റാവുത്തർ കൂടി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷഫീദ്, നേരത്തെ 24 സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇതാദ്യമായാണ് ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത്രയധികം ഗൃഹപാഠം ചെയ്യുന്നത് എന്നാണ്. അപ്പോൾ ഈ പുതുയുഗ യാത്ര അത് വലിയൊരു വിജയമാണ് എന്ന് ഇതിനോടകം ഒരു വിലയിരുത്തൽ കോൺഗ്രസിനകത്ത് തന്നെ വന്നു കഴിഞ്ഞു. ഇതിന് ഉറപ്പായിട്ടും, കാരണം വളരെ പ്രധാനപ്പെട്ട, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഒരു യാത്ര എന്നതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമായി വലിയ പ്രാധാന്യമുള്ള ഒരു യാത്ര ഇതിനെ കണക്കാക്കാൻ കഴിയും. അതിന്റെ ഒരു ആരവം നമുക്കിതാ ഈ ഘോഷയാത്രയിൽ കാണാൻ കഴിയുകയും ചെയ്യും. കാരണം കാസർഗോഡ് നിന്ന് ആരംഭിച്ചിട്ടുള്ള യാത്ര ഏതാണ്ട് 25 ദിവസത്തിലധികം പ്രതിപക്ഷ നേതാവ് യാത്ര ചെയ്യുന്നു. അതിൽ സർക്കാരിന്റെ നേട്ടങ്ങൾ എന്നതിനപ്പുറത്തേക്ക് സർക്കാർ നടത്തിയിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ, അതടക്കമുള്ള കാര്യങ്ങൾ തുറന്നു കാണിക്കാൻ പ്രതിപക്ഷ നേതാവിന്റെ യാത്രയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മാത്രമല്ല, പങ്കാളിത്തം ഈ യാത്രയിൽ ഉടനീളം ഉറപ്പാക്കാനുള്ള ഒരു നീക്കം, ഒരു ശ്രമം അത് ഈ യാത്രയുടെ ഭാഗമായിട്ടുണ്ട്. രാഷ്ട്രീയ വിഷയങ്ങൾ കൃത്യമായി ഉന്നയിക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു ആത്മവിശ്വാസം സ്വാഭാവികമായും പ്രതിപക്ഷത്തെ സംബന്ധിച്ചിട്ടുണ്ട് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കോൺഗ്രസിലെ ഉൾപാർട്ടി പ്രശ്നങ്ങളില്ലെന്നും കോൺഗ്രസ് ഒറ്റക്കെട്ടാണെന്നും ഒക്കെ തെളിയിക്കേണ്ടതിന്റെ ഒരു ആവശ്യകതയുള്ള ഒരു കാലം കൂടിയാണ്. ഇവിടെയാണ് ഈ പുതുയുഗ യാത്ര ഈ രീതിയിൽ സമാപനത്തിലേക്ക് വലിയ ആവേശത്തോടുകൂടി, പ്രത്യേകിച്ച് പുത്തരിക്കണ്ടത്തെ പരിപാടി, സമാപന പരിപാടി അത് ഉദ്ഘാടനം ചെയ്യുന്നത് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ വലിയ പ്രത്യേകതകളുണ്ട്. മാത്രമല്ല, ഈ സാധാരണഗതിയിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇത്തരം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ, അതായത് സംസ്ഥാനത്ത് പോയി പ്രതിപക്ഷത്തിന്റെ പ്രകടന പത്രിക അടക്കമുള്ള കാര്യങ്ങൾ അത് ജനങ്ങൾക്ക് മുൻപിലേക്ക് വെക്കുന്നത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ രാഹുൽ ഗാന്ധി തന്നെയാണ്. അപ്പോൾ രാഹുൽ ഗാന്ധി തന്നെ ഇന്നത്തെ പുത്തരിക്കണ്ടം മൈതാനത്ത് നടത്തുന്ന രാഷ്ട്രീയ പ്രസംഗം, അതിനൊക്കെ അപ്പുറത്തേക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുമ്പോൾ അവർ ജനങ്ങൾക്ക് മുൻപിലേക്ക് വയ്ക്കുന്ന കാര്യങ്ങൾ, മാത്രമല്ല ജനങ്ങൾക്ക് കൊടുക്കുന്ന വാഗ്ദാനങ്ങൾ, അതടക്കമുള്ള കാര്യങ്ങളുടെ ഒരു ആദ്യ ഘട്ടം എന്ന രീതിയിൽ ചില പ്രഖ്യാപനങ്ങൾ ഇന്ന് പുത്തരിക്കണ്ടത്തെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ ഉണ്ടാകുമെന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ആ രാഷ്ട്രീയമായിട്ടുള്ള പ്രസംഗം, അതിൽ അദ്ദേഹം എന്തൊക്കെ പറയുമെന്നുള്ളതാണ് സ്വാഭാവികമായും ഇതിനകത്ത് പ്രാധാന്യം, അല്ലെങ്കിൽ ആകാംക്ഷയോടുകൂടി നമ്മൾ നോക്കിക്കാണുന്ന ഒരു കാര്യം. ഇനി ഈ യാത്രയിലുടനീളം അതിന്റെ ഒരു രാഷ്ട്രീയ വശങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ ഒരു യാത്ര നടത്തി ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രവർത്തകരെ ആവേശത്തിലാക്കി അവർക്ക് വേണ്ട ആത്മവിശ്വാസം നൽകി അധികാരത്തിലേക്ക് തിരിച്ചെത്താനുള്ള ഒരു വലിയ ശ്രമം അത് VD സതീശന്റെ ഭാഗത്ത് നിന്ന്, മുതിർന്ന നേതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് കോൺഗ്രസിനകത്തും കോൺഗ്രസിന് പുറത്തും കൊടുക്കുന്ന സന്ദേശം അത് വളരെ വലുതാണ് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ചെറിയ പരിപാടി
പരിപാടി എന്ന രീതിയിൽ കോൺഗ്രസ് ഇതിനെ കാണുന്നില്ല. മറിച്ച് മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികൾക്കൊക്കെ വേണ്ട വിധത്തിലുള്ള പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവരെ അടക്കം ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ശക്തമായി പോകുന്നു എന്നുള്ളൊരു ആത്മവിശ്വാസ പ്രകടനം കൂടിയായി ഈ യാത്ര മാറുമെന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഈ ഫെബ്രുവരി 6-നാണ് കാസർഗോഡ് നിന്നും ഈ പുതുയുഗ യാത്ര ആരംഭിച്ചത്. മാത്രവുമല്ല അതിൽ അല്പസമയം മുൻപാണ് ഇതിന്റെ ഘോഷയാത്ര ആരംഭിച്ചത്. ഏതാണ്ട് സെക്രട്ടേറിയറ്റ് ആസാദ് ഗേറ്റിന് മുന്നിൽ നിന്നും പുതുയുഗ യാത്ര ക്യാപ്റ്റൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ UDF-ന്റെ തിരുവനന്തപുരം നേമം വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലം പ്രതിനിധികളാണ് സ്വീകരിച്ച ഒരു ഘോഷയാത്ര പോലെ അവരുടെ ആവേശം ഇങ്ങനെ പ്രകടമാക്കിക്കൊണ്ട് ഈ പുത്തരിക്കണ്ടം സമാപന വേദിയായിട്ടുള്ള പുത്തരിക്കണ്ടത്തേക്ക് നീങ്ങിയത്. ഈ പുതുയുഗ യാത്രയുടെ ദിനത്തിലും പ്രവർത്തകർ ഉൾപ്പെടെ വലിയ ആവേശത്തിൽ തന്നെയാണുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.